കീഴാറ്റൂരിൽ ദേശീയപാതയ്ക്കായ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുന്ന നാട്ടുകാരുടെ സമരപ്പന്തൽ സിപിഎം പ്രവർത്തകർ കത്തിച്ചു. സമരത്തിലുള്ള വയൽക്കിളികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു നീക്കിയതിന് പിന്നാലെയാണ് സമരപ്പന്തൽ സിപിഎം പ്രവർത്തകർ തീയിട്ട് നശിപ്പിച്ചത്. ബിജീഷ് ഗോവിന്ദ് ചെയ്യുന്നവരുമായി. ബിജീഷ്, വയൽക്കിളികൾ ഇന്ന് രാവിലെ മുതൽ സമരത്തിലായിരുന്നു. മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കിയാണ് അവർ സ്ഥലമേറ്റെടുപ്പിനെതിരെ പ്രതിഷേധിച്ച്. അതേസമയം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പിന്നാലെ അവരുടെ സമരപ്പന്തൽ സിപിഎം പ്രവർത്തകർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. നിലവിൽ എന്തെങ്കിലും സംഘർഷ സാധ്യത സ്ഥലത്തുണ്ടോ? പോലീസ് എന്ത് പറയുന്നു? പോലീസിന്റെ ഭാഗത്തു നിന്ന് കത്തിക്കുന്ന നടപടിക്ക് എതിരായി ഒന്നും ഉണ്ടായില്ലേ? ഇക്കാര്യത്തിനകത്ത് നിലവിലിവിടെ സംഘർഷാവസ്ഥയൊന്നുമില്ല. എങ്കിൽ കൂടിയും എൻ എച്ച് അധികൃതർ അതുപോലെ റവന്യൂ അധികൃതരും ഇപ്പോൾ അതിൻ്റെ ഭൂമി അളക്കുന്ന അവരുടെ ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള സുരക്ഷ ഒരുക്കുന്നതിനുള്ള പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ മറ്റ് വയൽക്കിളികളുടെ എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ മറ്റേതെങ്കിലും തരത്തിലുള്ള തടയുന്ന തരത്തിലുള്ള നടപടികളോ ഒന്നും തന്നെ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രാവിലെ 9 മണിക്കാണ് കീഴാറ്റൂർ വയൽക്കിളികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. രാവിലെ പോലീസ് ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ തന്നെ വയലിൽ നിന്ന് പോലീസുകാർ ഇവിടെ വയലിൽ ഇറങ്ങരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സുരേഷ് കീഴാറ്റൂരിൻ്റെ നേതൃത്വത്തിൽ വയൽക്കിളികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. മണ്ണെണ്ണ ദേഹത്തൊഴിച്ച ശേഷം പോലീസുകാർ വയലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീ കൊളുത്തുമെന്നായിരുന്നു പ്രഖ്യാപനം ഉണ്ടായത്. തുടർന്ന് ഈ ഭീഷണി ഏകദേശം 5 മണിക്കൂറിലധികം നീണ്ടു നിന്നു. അതിനിടയിൽ റവന്യൂ വകുപ്പ് അതുപോലെ തന്നെ NH അധികൃതരും കൂവോട് മേഖലയിൽ നിന്ന് സ്ഥലത്തിൻ്റെ അളവ് നടത്തിക്കൊണ്ടിരുന്നു. അവർ ഏകദേശം 1:30 തന്നെ ഈ കീഴാറ്റൂർ വയലിൻ്റെ മറ്റൊരറ്റത്ത് എത്തുന്ന ഘട്ടത്തിൽ ആണ് വീണ്ടും പ്രക്ഷോഭകാരികൾ വയലിലേക്ക് ഇറങ്ങി പോലീസിന് നേരെ പാഞ്ഞെടുത്തത്. റവന്യൂ അധികൃതർക്ക് നേരെയുള്ള കടക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ശ്രമം. അതിനിടെ പോലീസ് ഇവരെ വലയം തീർത്ത് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും വലിയ പ്രക്ഷോഭങ്ങളോ സംഘർഷങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചു. തുടർന്ന് ഇവരെ പോലീസ് ബസ്സിലേക്ക് മാറ്റുന്നതിനിടെയാണ് പ്രക്ഷോഭകാരികളുടെ സമരപ്പന്തൽ കഴിഞ്ഞ 1 മാസത്തിലധികമായി ഇവിടെ രാപ്പകൽ സമരം വയൽ സംരക്ഷണത്തിൻ്റെ പേരിൽ വയൽക്കിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സംരക്ഷണത്തിന് വേണ്ടി ഇവർ സമരപ്പന്തലായി ഉപയോഗിച്ചിരുന്ന പന്തലാണ് അല്പം മുൻപ്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ഉടൻ CPM പ്രവർത്തകരടങ്ങുന്ന ഈ മേഖലയിലെ ജനങ്ങൾ തീയിട്ട് നശിപ്പിച്ചത്. തുടർന്ന് പോലീസ് എത്തി, ഫയർഫോഴ്സും ഒപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ആത്മഹത്യാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫയർഫോഴ്സും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ സമരപ്പന്തൽ തീയിട്ടത് ഫയർഫോഴ്സും മറ്റുള്ളവരും ചേർന്ന് പോലീസും ചേർന്ന് തീ അണക്കുകയായിരുന്നു. ഒപ്പം തന്നെ പ്രവർത്തകരെ മുഴുവൻ വയൽക്കിളികളുടെ പ്രവർത്തകരെ മുഴുവൻ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള പ്രതിഷേധവും ഇപ്പോൾ നിലച്ചിരിക്കുന്നു. ഏതായാലും NH അതുപോലെ റവന്യൂ അധികൃതരും അവരുടെ സ്ഥലം അളക്കുന്ന ജോലി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നേരത്തെ നമ്മൾ NH കോഴിക്കോട് റീജിയനിലുള്ള ലൈസൺ ഓഫീസറെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മേഖലയിൽ, അതായത് കുപ്പം തൊട്ട് കുറ്റിക്കോൽ വരെ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് ഏകദേശം 70 ഏക്കറോളം ഭൂമിയാണ് ഈ ദേശീയപാത ബൈപ്പാസിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അതിൽ 11.5 ഏക്കർ ഭൂമി ഈ കീഴാറ്റൂർ മേഖലയിലുള്ളതാണ്. ആ 11.5 ഏക്കറും വയലാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പ്രദേശവാസികൾ നൽകിയ കത്തിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സമ്മതപത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ലൈസൺ ഓഫീസർ അടുത്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് യഥാർത്ഥ ഉടമകൾ നൽകിയത് ആണെന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ലൈസൺ ഓഫീസർ നൽകിയത്. ഏതായാലും ഇപ്പോൾ പ്രക്ഷോഭകാരികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി കീഴാറ്റൂരിലുള്ള ബൈപ്പാസിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പിനുള്ള നടപടികൾ, അതിൻ്റെ പ്രാഥമിക നടപടികൾ സുഗമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സംഭവത്തോടെ വയൽക്കിളികളുടെ സമരം ദുർബലമാവുകയാണോ അതോ വീണ്ടും പ്രതിഷേധവുമായി എത്തുമെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടോ? ഇക്കാര്യത്തിനകത്ത് ഇതുവരെ ഒരു സ്ഥിരീകരണം, ഏത് തരത്തിൽ ഇനി പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിനകത്ത് ഇതുവരെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയത് സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെയുള്ള വയൽക്കിളികളുടെ സംഘാടകരും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതായാലും നേരത്തെ ഇതിന് മുൻപ് DYSP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയ ഘട്ടത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റ് അനുരഞ്ജന ചർച്ചകളും നടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്